രാജീവ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ കർഷകൻ മരിച്ചു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇദ്ദേഹം ആന ഇറങ്ങി ഇദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ആനയെ തുരത്താൻ പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന ഒരു കാരണവശാലും എനിക്ക് ഇങ്ങനെയുള്ള അവിടുത്തെ കർഷകരോട് ആദ്യമായി പറയാനുള്ളത്, ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ എന്തായാലും പ്രത്യേകിച്ച് ആന ഇറങ്ങുന്ന ഈ പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പോകരുത്. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് RRT അറിയിക്കാമല്ലോ. RRT അറിയിച്ചു കഴിഞ്ഞാൽ RRT കൂടെ അവരുടെ കൂടെ വരുമല്ലോ. ഇതിപ്പോ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് നേടാൻ സാധിക്കും? പണ്ട് നമ്മുടെ ഭാഗത്തൊരു ചൊല്ലുണ്ട്, താൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം? താൻ തന്റെ കൃഷിയിടം സംരക്ഷിക്കാനാണ് രാത്രി പോയത്. ശരി തന്നെയാണ്. തനിയെ പോകുന്ന 2-3 അദ്ദേഹത്തിന് തന്നെ സഹോദരങ്ങളുണ്ടല്ലോ. ആ സഹോദരങ്ങളെയും കൂടെ കൂട്ടി വിളിച്ചിട്ട് പോകാമായിരുന്നില്ലേ? പിന്നെ ഞാൻ ആ പ്രദേശം ഞാൻ കണ്ടിരുന്നു, ചില വീഡിയോകൾ കണ്ടിരുന്നു. അദ്ദേഹം ഒരു ചപ്പലണിഞ്ഞിട്ടാണ് കാട്ടിന് ഈ പ്രദേശത്തേക്ക് പോകുന്നത്. എന്താണിത്? ഇതിന്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ചപ്പലിട്ടിട്ട് ഒന്നുകിൽ ബെയർ ഫുട്ടോടെ കൂടുക, ഒരു കാരണവശാലും ഒരു ചപ്പലിട്ടിട്ട് ഈ പ്രദേശത്തേക്ക് പോകരുത്. കാരണം നമുക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് നമുക്ക് ഈ ഫോറസ്റ്റുകാരൊക്കെ എന്തിനാ ഷൂ ഉപയോഗിക്കുന്നത്? എന്തിനാ? അവർക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. ഇതെന്താ സംഗതി നടന്നിരിക്കുന്നത്? അദ്ദേഹം ഒരു ചപ്പൽ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ സ്ഥിരമായിട്ട് ഈ കാട്ടാന അടങ്ങുന്ന പ്രദേശമാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ആ സമയത്ത് അവരെടുക്കേണ്ട മുൻകരുതലുകൾ സ്വയം എടുക്കണ്ടേ? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് തന്നെ സാധിക്കുള്ളൂ. ഇതിപ്പോ കാട്ടിലേക്കല്ല പോയത്, അവരുടെ കൃഷിയിടത്തേക്ക് തന്നെയാണ്. ആ കൃഷിയിടത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞിട്ട് നമ്മൾ വിലപിച്ചിട്ട് എന്തു കാര്യം? അത്തരം അവബോധമൊന്നും ഇത്തരം കർഷകർക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇവർ യുവ കർഷകർ കൂടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണം ഇവരുടെ ഒരു ആവശ്യം അത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഏത് രീതിയിലായിരിക്കും അധികൃതർക്ക് ഇതൊന്ന് തീരുമാനമാക്കാൻ കഴിയുക? കാരണം ഇത് നിരവധി തവണ അത്തരത്തിലുള്ള പരാതികൾ അടക്കം നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്ല, ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ഹാങ്ങിങ് ഫെൻസ് ഉണ്ട്. ആ ഹാങ്ങിങ് ഫെൻസിന്റെ തകരാറാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാങ്ങിങ് ഫെൻസ് പലതരത്തും മലയാറ്റൂർമാരിയുള്ള ഫോറസ്റ്റുകളിൽ വളരെ വിജയം കണ്ട ഒരു കാര്യമാണ് ഹാങ്ങിങ് ഫെൻസ്. അപ്പൊ ആ ഹാങ്ങിങ് ഫെൻസ്, ഇപ്പോഴുള്ള ഹാങ്ങിങ് ഫെൻസിന് എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് ഈ ഹാങ്ങിങ് ഫെൻസിൽ കൂടെ ആന വരുന്നത്? അത് കണ്ടെത്തി ആ ഹാങ്ങിങ് ഫെൻസിന്റെ ദൗർബല്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. കൂടാതെ കിടങ്ങുകൾ ചെയ്യാം. ശരിക്ക് ഒരു എന്താ പറയുക, ഇവരുടെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഇവരുടെ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കിടങ്ങുകൾ പണിയാമല്ലോ. അല്ലെങ്കിൽ റെയിൽവേയുടെ ട്രാക്ക് മാതിരിയുള്ള കമ്പികൾ കൊണ്ട് വേലി പണിയാമല്ലോ. അങ്ങനെ പല മെത്തേഡ് ഉണ്ടല്ലോ. അപ്പൊ ആ മെത്തേഡ് ആ കർഷകർക്ക് എന്താണ് അവിടെ പ്രയോജനപ്പെടുക എന്ന് അവിടുത്തെ നാട്ടുകാരോടും അതുപോലെ തന്നെ ഫോറസ്റ്റുകാരും അവിടുത്തെ പഞ്ചായത്തും എല്ലാവരും കൂടെ തീരുമാനിച്ച് ആ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഹാങ്ങിങ് ഫെൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ ഹാങ്ങിങ് ഫെൻസിലെ ഇലക്ട്രിസിറ്റി ഒഴുകുന്നത് പ്രശ്നമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ രാത്രി ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടുകാർക്കും ഷോക്കടിക്കും. അപ്പൊ അത് വെച്ചാൽ രാത്രി ഇതിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ അവർക്കും ഷോക്കടിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് ഒരു ശരിക്ക് കാര്യമായ ഒരു പ്രശ്നം തന്നെ അവിടെ രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു വേലി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കിടങ്ങ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് കൊണ്ടോ ഏതാണ് അവർക്ക് അവിടെ പ്രായോഗിക തലത്തിൽ ഈ ആന ഇറങ്ങുന്നത് തടസ്സപ്പെടുത്താൻ സാധിക്കുക? അതാണ് അവിടെ സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള മലയോര കർഷകർ തന്നെയാണ് കൂടുതലും മരണപ്പെടുന്നത് ഈ ഒരു ആന ആക്രമണത്തിലും അല്ലെങ്കിൽ മറ്റ് വന്യജീവി ആക്രമണത്തിലൊക്കെ. ജീവൻ പൊലിയുന്നത് ഇത്തരമുള്ള കർഷക കുടുംബങ്ങൾക്കാണ് നഷ്ടമാകുന്നതും. ഇപ്പോൾ ഇതിനൊരു പരിഹാരം അത് ഏത് രീതിയിൽ കണ്ടെത്താനോ? ഇപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 3-4 മരണമാണ് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനമാകെ വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മലയോര മേഖലയിലും. അതേസമയം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലാണ്, അതിരപ്പള്ളിയിലാണ് ഒരു യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എങ്ങനെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ഫെൻസുകളൊക്കെ അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.
അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഹാങ്ങിങ് ഫെൻസിന് എന്തുകൊണ്ട് നടക്കുന്നില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ. ഹാങ്ങിങ് ഫെൻസ് നല്ലൊരു വിജയമായിട്ടാണ് എനിക്ക് പല സ്ഥലത്തും തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മലയാറ്റൂർ മാതിരിയുള്ള മേഖലകളിൽ ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ ഹാങ്ങിങ് ഫെൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ആ ഹാങ്ങിങ് ഫെൻസിന് ഈ ആനകളെ ഇറങ്ങുന്നത് തടയാൻ സാധിക്കാത്തത്, അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ ഫോറസ്റ്റുകാരും നാട്ടുകാരും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ഇത് പരിശോധിക്കണം. അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു സംവിധാനത്തെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ആ സംവിധാനം അവിടെ ഫെയിലിയർ ആകാനുള്ള കാരണം, അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അതേസമയം തന്നെ കിഫ എന്ന് പറയുന്ന ഒരു സംഘടന, നമുക്കറിയാം മലയോര കർഷക ജനതയ്ക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടന തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അവരുടെ ഒരു പ്രവർത്തനമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം 2020 ഒരു പൈനാപ്പിളിൽ പടക്കം വെച്ച് ആന മരിക്കുന്ന അല്ലെങ്കിൽ ആന ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ആനകൾ കാരണം ഇത്രയും മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഇത്രയും മനുഷ്യരുടെ ജീവൻ പൊലിയുകയാണ്. എന്താണ് ചെയ്യാനാവുക? കുറ്റപ്പെടുത്തൽ മാത്രമല്ല, അല്ലെങ്കിൽ അധികാരികൾ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അത് കണ്ടെത്താത്തത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ മനുഷ്യർ കാട്ടിലേക്ക് കയറുന്നതാണോ, അല്ലെങ്കിൽ ആനകൾക്ക് മനുഷ്യരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയാം സമൂഹം. അല്ല, ഇത് രാത്രി ആയതുകൊണ്ട്, രാത്രി ഒന്നാമത് അങ്ങേര് ഒറ്റയ്ക്ക് പോകരുതായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെ സംഗതിയിലാണ് ഞാൻ പറയുന്നത്. ഒറ്റയ്ക്ക് അങ്ങേര് പോകരുതായിരുന്നു. അത് ആനയുടെ അടുത്ത് തന്നെ പെട്ടിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ഇങ്ങേര് ആനയുടെ മുമ്പിൽ തന്നെ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തുമ്പി കൊണ്ട് ഒരു അടിയടിച്ചപ്പോ ഈ ഇങ്ങേര് നിലവിളി ഭയങ്കരമായി ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ശബ്ദം കേട്ട് ആനയും ഒരു ശബ്ദം ഉണ്ടാക്കി പേടിച്ചോടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇവര് വളരെ മുൻകരുതലെടുക്കണം. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഇവരോട് പോകണ്ടെന്ന് പറഞ്ഞാലൊന്നും അവർ പോകാതിരിക്കില്ല. അതുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇവരെ ഉപദേശിക്കാനുള്ളത്, 2-3 പേര് കൂടെ ഉണ്ടാകണം. RRT വിവരം അറിയിച്ചിരിക്കണം. ഇവരെല്ലാവരും കൂടെയാണ് പോകേണ്ടത്, അല്ലാതെ ഒറ്റയ്ക്ക് പോകരുത് രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.